ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് ചെയ്യാമെന്ന്. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് CSS വന്നിട്ടാണ് വിൻഡോസിലാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷെ മാക്ക്, ലിനക്സ്, ഉബുണ്ടു ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കി കണ്ടാൽ മതി കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് എന്തിട്ടാണ് CSS എന്ന് പറഞ്ഞുതരാം. CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പാരഗ്രാഫ് ടാഗ് ഇട്ട് കഴിഞ്ഞാൽ വെറുതെ ക്ലീൻ ആയിട്ടില്ല ഇരിക്കുക, ഒരു ബ്ലാക്ക് കളർ. നമുക്ക് അതിൻ്റെ കളറും ഫോൺ സൈസൊക്കെ മാറ്റാൻ വേണ്ടിയാണ്. ഇപ്പം എങ്ങനെ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്നായിട്ട് ഞാൻ കാണിക്കാൻ പോണേ. ഇപ്പം ഞാൻ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്തില്ലേ, ഈ CSS ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു index.html എന്ന് പറഞ്ഞിട്ട് ഒരു HTML ഫയൽ ഇടാം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു മാജിക് കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയപ്പോൾ കാണിച്ചിട്ടുണ്ട്, അത് തന്നെ ഇടാം. എന്നിട്ട് നിങ്ങൾക്ക് ഷോർട്ട് കട്ട് മാജിക് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് ടാഗ് ഇടാം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ലേണിംഗ് CSS ഇടാം. അത് കഴിഞ്ഞിട്ട് 3 ടൈപ്പ് ഓഫ് CSS ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് സ്റ്റൈലിൽ ഇടാം. സ്റ്റൈലിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് P ടാഗ് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ കളർ വന്നിട്ട് പർപ്പിൾ ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ഫോണ്ട് സൈസ് ഇപ്പം 64 പിക്സലിട്ട് നോക്കും. ഇപ്പം ഞാൻ ലൈവ് സേവർ എന്ന് പറഞ്ഞിട്ടൊരു എക്സ്റ്റൻഷൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഇങ്ങനെ ഇരിക്കണേ. ഇപ്പം ഞാൻ 64 പിക്സൽ ഒരു 10 പിക്സലാക്കിയാണ് ഇപ്പം കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇത്രയും ചെറുതായി പോയില്ലേ. 60 ഇങ്ങനെ ചെയ്യണത് ഇതിനും നല്ല. പിന്നെ ഇതേപോലെ തന്നെ ഈ ലൈനിലും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഫോൺ അവിടെ തന്നെ ചെയ്യാൻ പറ്റും, അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും നല്ലത് എന്നിട്ടെന്നറിയാം. അപ്പം ഇത് ക്ലീൻ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് style.css എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കാം. style.css അതിൻ്റെ അകത്തേക്ക് പാരഗ്രാഫ് ടാഗ് ഇടാം. എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കളർ എന്നിട്ട് പർപ്പിൾ. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല കേട്ടോ. എന്താണെന്ന് പറയുക, 64 പിക്സൽ. ഇപ്പം എന്താ വർക്ക് ചെയ്യാത്തതെന്നറിയോ? ഇപ്പം ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ബ്ലാക്ക് കളറായിട്ട് ഇരിക്കുകയല്ലേ, അതെന്താണെന്നറിയോ? നമ്മളിവിടെ പോയിട്ട് ഈ ഹെഡിൻ്റെ അകത്ത് സ്റ്റൈൽ എടുത്ത് കളയാം. ഹെഡിൻ്റെ അകത്ത് ലിങ്ക് CSS കറക്റ്റ്. ഇനി നോക്കിയാൽ ചിലപ്പോൾ കറക്റ്റ് കണ്ടോ. ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ ഇത്രയല്ല, എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ബൈ.